ഏറ്റവും ഒടുവിൽ വരുന്നത് സേന തന്നെ പറയുന്നത് ഇതാണ്. റാവൽപിണ്ടിയിൽ സ്ഫോടനമുണ്ടായി, ഗുജൻവാലയിലുണ്ടായി, ചാക്വാളിലുണ്ടായി, അട്ടോക്കിലുണ്ടായി, ബാവൽപൂരിലുണ്ടായി, മിയാനോയിലുണ്ടായി, ചോറിലുണ്ടായി, കറാച്ചിയിലുണ്ടായി. 9 വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ചില ഡ്രോണുകൾ അവർ വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. ഈ ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ലാഹോർ പോലീസ് പറയുന്നു, അവർ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിലൊന്നും എന്തെങ്കിലും ഒരു പ്രൂഫ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലിപ്പോൾ പല പാക് മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സീരിയൽ ബ്ലാസ്റ്റാണ് കറാച്ചിയിൽ നടന്നത് എന്നാണ് പറയുന്നത്. പോലീസ് അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതായത് കറാച്ചിയിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി, അത് ഉഗ്ര സ്ഫോടനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കറാച്ചി നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്. പലയിടത്തും ഈ ആളുകൾക്ക് പരിക്കേറ്റു എന്നൊക്കെയുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദികൾ, ആരെയെങ്കിലും പഴി പറയാനോ ഒന്നും പറ്റാത്ത തരത്തിൽ ഏതാണ്ട് പകച്ചു നിൽക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഭീകരകേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനെ ഞെട്ടിച്ച് ലാഹോറും കറാച്ചിയും ഉൾപ്പെടെ 9 നഗരങ്ങളിൽ സ്ഫോടനം നടന്നു. ലാഹോറിലെ എയർഫീൽഡിലുണ്ടായ തുടർ സ്ഫോടനങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിലാണ് കറാച്ചിയിലും സ്ഫോടനമുണ്ടായത്. ആരാണിതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ അറിയില്ല, അത് വ്യക്തമാക്കിയിട്ടില്ല. കറാച്ചിയിലെ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അത് കാണാം ആദ്യം. ഇത് ആ സ്ഫോടനത്തിന് ശേഷം അവിടെ ആംബുലൻസ് എത്തി, അവിടെ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇത് പാകിസ്ഥാൻ ഇപ്പോൾ ലാഹോറിലെ സ്ഫോടനത്തിൽ ഇന്ത്യൻ ഡ്രോണുകൾ എന്നൊക്കെ അവിടുത്തെ പോലീസ് പറഞ്ഞു എന്ന് ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആധികാരികമായ എന്തെങ്കിലും ഒരു വിവരം, ഒരു തെളിവ് പുറത്തുവിടാൻ ഇത്രയും സമയമായി. ലാഹോറിലെ സ്ഫോടനം രാവിലെ നടന്നതാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴേതാണ്ട് 9-10 നഗരങ്ങളിൽ സ്ഫോടനം നടന്നു എന്ന വിവരം കൂടി വരുന്നത്. അപ്പോൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പാകിസ്ഥാനില്ല. ഒരുതരം അരക്ഷിതാവസ്ഥ, പകച്ചു നിൽക്കുന്ന അവസ്ഥ, ഇതാണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് ശ്രീനാഥിന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? വിജയകുമാർ, പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാദങ്ങൾ, പാകിസ്ഥാൻ സൈന്യത്തിന് പറയേണ്ട കാര്യങ്ങൾ സാധാരണ പറയാറുള്ളത് IGISPR, ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻ DG ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ്. പാകിസ്ഥാന്റെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ സൈന്യത്തിന്റെ നടപടികൾ വിശദീകരിക്കാറുള്ളത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് 12 ഇന്ത്യൻ ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് എത്തി 9 നഗരങ്ങളെ ലക്ഷ്യം വെച്ചു. അതിൽ 12 എണ്ണത്തെയും വെടിവെച്ചിട്ടു എന്നതാണ് അവരുടെ അവകാശവാദം. പക്ഷേ അതിലൊന്ന് ഹിറ്റ് ചെയ്തു, അവർക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അത് ലാഹോറിലാണ് എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ അവകാശവാദം. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നുണ്ട് കറാച്ചിയിലടക്കം വലിയ നാശനഷ്ടം ഉണ്ടായതായി കാണുന്നുണ്ട്. കറാച്ചിക്ക് പുറമെ ലാഹോർ, നേരത്തെ പറഞ്ഞതുപോലെ ബഹാവൽപൂർ, മിയാനോ, കറാച്ചി, റാവൽപിണ്ടി, അട്ടോക്ക് തുടങ്ങി 9 ഇടങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിൽ ഒരു വൺ ഡ്രോൺ ക്രാഷ് നിയർ ലാഹോറിനടുത്ത് ഒന്ന് തകർന്നു വീണു. അതായത് അവിടെ നാശനഷ്ടം ഉണ്ടായി എന്നവർ ഇപ്പോൾ സമ്മതിക്കുന്നത്. അതേഴ്സ് വെയർ ടേക്കൺ ഡൗൺ എന്നതാണ് പറയുന്നത്. നിയർ റാവൽപിണ്ടി, ചക്വാൽ ആൻഡ് കറാച്ചി, ഈ 3 ഇടങ്ങളിൽ ഡ്രോണുകൾ വെടിവെച്ച് താഴെ കിട്ടു എന്നും പറയുന്നുണ്ട്. 4 പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ലാഹോറിലാണ് എന്നും പറയുന്നുണ്ട്. ഒരു സിവിലിയൻ, ഒരാൾ മരിച്ചു എന്നും പറയുന്നുണ്ട്. അത് മിയാനോ, സിന്ധ് പ്രവിശ്യയിലെ മിയാനോ എന്ന സ്ഥലത്താണ് ഒരാൾ മരിച്ചു എന്ന വിവരം കൂടി ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നായി നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഡ്രോൺ ആക്രമണം വ്യാപകമായി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അവർ ഇന്ത്യ അയച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അത് അങ്ങനെയാണോ, ഇനി മറ്റേതെങ്കിലും ആക്രമണം വേറെ ഏതെങ്കിലും വഴിക്ക് ഉണ്ടായതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ തന്നെയാണ് ഇത് ലക്ഷ്യം വെച്ചത് എന്നതാണ് ശ്രദ്ധേയം. ലാഹോറിലും കറാച്ചിയിലും എന്നൊക്കെ പറയുമ്പോൾ, കറാച്ചി നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ അവിടെ ഈ സാമ്പത്തികമായി പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തെ നമുക്ക് മുംബൈ പോലെ പാകിസ്ഥാൻ പ്രധാനപ്പെട്ടതാണ് ഈ കറാച്ചി എന്നുള്ള നഗരം. അവിടെ പോലും ഈ ഡ്രോണുകൾ എത്തി ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ, ഇനി അഥവാ ഇന്ത്യയിൽ നിന്ന് വന്നു എന്ന് അവർ വാദം ഉന്നയിച്ചാൽ പോലും അവരുടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളെയും റഡാറുകളെയും ഒക്കെ വെട്ടിച്ചുകൊണ്ട് ഡ്രോണുകൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പോലും അവർ എത്രത്തോളം ദുർബലമായ ഒരു രാഷ്ട്രമാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള വാദം അവർ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. മാത്രമല്ല, ലാഹോറിന് ഏതാണ്ട് 40 കിലോമീറ്റർ അപ്പുറത്താണ് മുർട്ടിക്ക എന്ന സ്ഥലത്തിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാന കേന്ദ്രത്തിനെയാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത്. അത് ലാഹോറിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രം അകലെയാണ്. അവിടെ നിന്ന് മുന്നോട്ട് വീണ്ടും പോയിട്ടാണ് ഇപ്പോൾ ലാഹോറിനടുത്തുള്ള
ശ്രീനാഥ് ഒരു കാര്യം, അതായത് ഒരു കാര്യം ശ്രീനാഥ്, ഇപ്പൊ DGISPR ഇപ്പോ പറഞ്ഞത് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫാണ്. അഹമ്മദ് ഷരീഫ് പറയുന്നത് 12 ഹിറോൺ ഡ്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അയച്ചു എന്ന മട്ടിലാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. പക്ഷേ ഈ ഡ്രോൺസ്, അത്തരം ഡ്രോണുകൾ യഥാർത്ഥത്തിൽ സർവൈലൻസിന് ഉപയോഗിക്കുന്നതാണ്. അതിലൊരിക്കലും സ്ഫോടനം നടത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ ആ ഡ്രോൺ ആണ് അവിടെ എത്തി എന്നത് പറയുമ്പോൾ, അത് സ്ഫോടനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ തന്നെ അത് അബദ്ധമാണ്. ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് ആ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. തന്നെയുമല്ല, ഇത് പാകിസ്ഥാൻ തന്നെ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചാണ് എന്ന് ഈ പ്രതിരോധ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ ആകെ പരിഭ്രാന്തിയിലിരിക്കുകയാണ്. അവർക്ക് ഇതിലൊരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അവിടുത്തെ എയർ സ്പേസ് മുഴുവൻ ഇപ്പോൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്, പലതും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ആളുകളോട് പരമാവധി വീടിനുള്ളിൽ കഴിയാൻ നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന വിവരം കൂടി ചില പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ കറാച്ചിയിലുണ്ടായ സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്, അത് പരിശോധിക്കാം. അപ്പോൾ ഇത്തരം എയർ സൈറണുകൾ പല നഗരങ്ങളിലും മുഴങ്ങുന്നുണ്ട് ഇതിനുശേഷം എന്ന വിവരമൊക്കെ ഇങ്ങനെ അവിടുത്തെ പ്രദേശവാസികളെയൊക്കെ അവരോടൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ലാഹോറിന് ശേഷം പല സ്ഥലങ്ങളിലും ഇത്തരം എയർ സൈറണുകളൊക്കെ മുഴങ്ങുന്നുണ്ട് എന്ന വിവരം ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലാണ് എന്ന് നിസ്സംശയം പറയാം പറ്റുന്ന സാഹചര്യമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഇപ്പോൾ ലാഹോർ ആണെങ്കിലും കറാച്ചി ആണെങ്കിലും റാവൽപിണ്ടി ആണെങ്കിലും അവിടെ നിന്നൊക്കെ വരുന്നത് അത്തരം വിവരങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം.